UDF ഭരണം കിട്ടിയ പത്തനംതിട്ട വള്ളിക്കോട് പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ കൗതുകമുണ്ട്. അവിടെ CPM-ന്റെ പ്രതിനിധി കോൺഗ്രസിന് വോട്ട് ചെയ്തു. CK അഭിലാൽ വിവരങ്ങളുമായി. അഭിലാൽ, ഏത് സാഹചര്യത്തിലാണ് CPM പ്രതിനിധി കോൺഗ്രസിന് വോട്ടിട്ടത്? UDF-നാകെ 9 അംഗങ്ങളും ഇടതുപക്ഷത്ത് 5 പേരും BJP-ക്ക് 2 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇടതുമുന്നണി ഭൂരിപക്ഷം ഉറപ്പാക്കുകയും ഭരണം നേടുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. ഇന്ന് നടന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങൾ 2 പേരും പങ്കെടുത്തിരുന്നില്ല. അതേസമയം തന്നെ ഇടതു വലത് മുന്നണിയുടെ പ്രതിനിധികളായിട്ടുള്ള ബാക്കി എല്ലാവരും പങ്കെടുത്തിരുന്നു. 9 വോട്ടുകളാണ് ലഭ്യമാകേണ്ടിയിരുന്നത് UDF സ്ഥാനാർത്ഥിക്ക്. പക്ഷേ 10 വോട്ടുകളുടെ പിന്തുണയാണ് അവർക്ക് ആകെ ലഭ്യമായത്. അതേസമയം തന്നെ ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭ്യമായ വോട്ടുകൾ ആകെ ഇടത് സ്ഥാനാർത്ഥികളുടെ എണ്ണത്തേക്കാൾ 1 കുറവ് കൂടിയായിരുന്നു. ഇതാണ് ഇടതുപക്ഷത്തു നിന്നുള്ള, അതായത് CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളുടെ പിന്തുണ കൂടി UDF സ്ഥാനാർത്ഥിക്ക് ലഭ്യമായി. അങ്ങനെ ബീന പ്രസാദ് 10 പേരുടെ പിന്തുണ, ഇടതുപക്ഷത്തു നിന്നുള്ള ഒരാളുടെ കൂടി അധിക പിന്തുണ നേടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ശരി, പത്തനംതിട്ടയിലെ വള്ളിക്കോട് പഞ്ചായത്തിലാണ് UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് CPM-ന്റെ ഒരു അംഗത്തിന്റെ കൂടി അധിക വോട്ട്